ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനൂസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഡ്രീം കേക്ക് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു കേക്കാണ്. പക്ഷേ ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ പലർക്കും ഇപ്പോഴും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഡ്രീം കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കേക്ക് ടിൻ എടുക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനി നമ്മൾ മിക്സിയിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇവിടെ ഓവനോ ബീറ്ററോ ഒന്നും നമ്മൾ യൂസ് ആക്കുന്നില്ല. അപ്പൊ മിക്സിയുടെ, അതായത് നമ്മൾ മിക്സി എടുക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളമായ ഒന്നുമില്ലാത്ത മിക്സിയിലേക്കാണ് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ പഞ്ചസാര പൊടിയല്ല ചേർക്കുന്ന, 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പൊ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു ബൗൾ എടുക്കാം. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെള്ളത്തിന്റെ അംശം ഒന്നും കാണാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം അരിക്കാൻ. അതിനൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് മെഷർമെന്റിൽ കറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ട് എന്തായാലും അരിച്ചെടുക്കണം, കാരണം ഇതുപോലെ കട്ടകൾ ഉണ്ടാവും. ഇനി നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുല ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ചട്ടുകോ എന്തായാലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡിൽ തന്നെ മിക്സ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ ഡ്രീം കേക്കിന്റെ ബാറ്റർ എന്ന് പറയുന്നത് കുറച്ച് ലൂസി ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത്രയും ലൂസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു ലൂസ് ആയിട്ട് വേണം നമുക്ക് ഡ്രീം കേക്കിന്റെ ബാറ്റർ, അതായത് കിട്ടാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വേണ്ട ഞാൻ ഇവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ 1/2 kg മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 ഇഞ്ചിന്റെ മോൾഡാണ് കേട്ടോ. ഈ ഒരു മോൾഡിൽ ചെയ്താലും നമുക്ക് ആ ഒരു കേക്ക് ടിന്നിൽ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഫുൾ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഓവനിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലാണോ അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം. അതിൽ അകത്തൊരു തിരികെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ക്ലോസ് ആയിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. റെഡി ആയിട്ട് കിട്ടും. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചിലർ പച്ചവെള്ളം യൂസ് ചെയ്യും, അതായത് നമുക്ക് ടാപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇനി നമുക്ക് കേക്ക് ഡിമോൾഡ് ചെയ്യണം. ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ദാണ്ട് ഇതിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇത് ഒരുപാട് ഹൈറ്റ്സിൽ വേണ്ട. നമ്മൾ ചെറിയൊരു സ്പഞ്ചാണ് നമ്മൾ അതിലേക്ക് വെക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് എടുക്കണം. അതായത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ട് ഒരേ കണക്ക് വേണം. അപ്പം ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഫാമിലി പാക്ക് ഡയറി മിൽക്ക് ആണ്. ഇതിന് 100 രൂപ വരത്തുള്ളൂ. ഈ ഒരു ഡയറി മിൽക്ക് നമുക്ക് ഈ ഒരു കേക്ക് ഫുൾ ചെയ്യാനായിട്ട് ആവശ്യം വരും കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു 20 ഗ്രാം വെച്ച് നമുക്ക് രണ്ടിൽ നിന്നും എടുക്കണം. അതായത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടിൽ നിന്നും മിൽക്ക് കോമ്പൗണ്ടിൽ നിന്നും രണ്ടിൽ നിന്നും 20 ഗ്രാം വെച്ച് എടുക്കണം. അപ്പൊ നമ്മൾ 20 ഗ്രാം ഡയറി മിൽക്കും എടുക്കുന്നുണ്ട്, 20 ഗ്രാം മെലോ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്കിനി മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ഒരു 20 ഗ്രാം കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന നൈഫ് ആണെങ്കിലും ബൗൾ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം കാണാൻ പാടില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇതിലിപ്പോ നമുക്ക് ഒരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കണം. ഇതിലോട്ട് ഞാനിപ്പോ പഞ്ചസാരയുടെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി ഇതിന് ചെറിയ മധുരം ഉണ്ട്. നല്ല മധുരം വേണം എന്നുള്ളവർക്ക് മാത്രം പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൗസിക്ക് വേണ്ടി നമ്മൾ ഇനി പ്രത്യേകിച്ചായിട്ട്
പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ സാധാരണ ക്രീം കേക്കുകളിൽ ക്രീം സ്റ്റിഫ് ആവുന്ന അത്ര അങ്ങോട്ട് സ്റ്റിഫായി വരണ്ട, കുറച്ച് ലൂസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു നല്ല ബീറ്റ് ചെയ്യുക, അതായത് കുറച്ച് ലൂസി ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പൊ ആദ്യം നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം. അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് ചൂടാക്കുക, അതിന് മുകളിൽ വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ ഒരു ബൗളോ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇട്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ആ ഒരു ആവിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മെൽറ്റ് ആയി കിട്ടും. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഡയറി മിൽക്ക് പെട്ടെന്ന് മെൽറ്റ് ആവും, കാരണം നമുക്ക് വളരെ കുറച്ച് തിന്നായിട്ടാണുള്ളത്. പക്ഷെ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, കാരണം നമ്മൾ അതേ രീതിയിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടും കൂടി മെൽറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പൊ ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ക്രീം നമ്മൾ ഓൾറെഡി ഇത്രയും ബീറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇത് മെൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം കട്ടിയായി പോകും, അതായത് നമ്മുടെ ചോക്ലേറ്റ് കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തത്. പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. അതല്ല കുറച്ച് തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വീണ്ടും അങ്ങ് കട്ടിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ ഒരു ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഒത്തിരി അങ്ങ് സ്റ്റിഫ് ആക്കി എടുത്തിട്ടില്ല, കുറച്ചൊരു ലൂസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ ഒരു സമയത്തിന് നമ്മൾ ഇവിടെ കേക്ക് ടിന്നും എടുക്കുന്നുണ്ട്, ഒരു ബൗളും എടുക്കുന്നു. കേക്ക് ടിന്നിലുള്ളത്, ഈ ഒരു കേക്ക് ടിന്നിലുള്ളത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. ബൗള് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലേക്കൊക്കെ റെഡിയാക്കുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ചോറ് കൊണ്ടുവന്ന പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു ബൗളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെന്റർ ഭാഗം കുറച്ചൊന്ന് താന്നിരിക്കും, സൈഡ് ഒന്ന് പൊങ്ങിയിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് വീട്ടിലേക്ക് ആയതുകൊണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാലോ. അപ്പൊ കുറച്ച് ക്രീം കൂടുതൽ അതിനകത്ത് കയറും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത് കണക്ക് നമ്മുടെ ഒരു സെയിൽ ചെയ്യാനുള്ള കേക്കാണിത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം, നല്ല ഒരു ജ്യൂസി ആയിട്ട് നിൽക്കണം ഈ ഒരു കേക്ക്. നമുക്ക് ടിന്നിലായതുകൊണ്ട് തന്നെ കോരി കഴിക്കുന്നതുകൊണ്ടും നമുക്കൊരു ജ്യൂസി ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അപ്പൊ കുറച്ച് കൂടുതൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ആ ബൗളിലുള്ളതിനകത്തോട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷുഗർ സിറപ്പ് ഫുൾ ഇത് രണ്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങൾ വലിയ കേക്കിനാണ്, അതായത് വലിയ ബോക്സിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് ഒരെണ്ണമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പം ചെറുത് മതിയായതുകൊണ്ട് നമുക്ക് 2 കേക്കായിട്ട് ചെയ്തെടുക്കാം. അപ്പൊ 2 കേക്കിനുള്ള സ്പഞ്ച് ഇതുണ്ട്. ചെറിയൊരു ലെയർ മാത്രമേ ഈ ഒരു കേക്ക് സ്പഞ്ച് വരത്തുള്ളൂ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമാണ്. ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീം നമ്മൾ ഇനി ഒരു ലെയർ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെയറും കൂടെ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് നല്ല സെറ്റ് ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ഷേപ്പ് ആക്കി കൊടുക്കണം. നമുക്ക് ഇതിന് മുകളിൽ ഇനിയും ലെയേഴ്സ് വരാനുള്ളതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്പാച്ചിലോ സ്പൂണോ എന്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ ക്രീം തേച്ചിട്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെയർ ഇതിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനാകുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ ക്രീം ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സെന്റർ ഭാഗത്ത് കുറച്ചൊന്ന് കുഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ആ ഒരു കേക്ക് ട്രേ ടിന്നിന്റെ വലിപ്പമല്ലല്ലോ, കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ബൗൾ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ക്രീം നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. എന്നാൽ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ക്രീം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നേരെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിന്റെ 3rd ലെയർ സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്, കാരണം ആ ഒരു സമയത്തിന് ഇതിന് സെറ്റ് ആവും. അപ്പൊ ഇനി നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഒരു 1.25 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. 1.25 കപ്പ് ക്രീം എടുത്തിട്ട് അത് ഒന്ന് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, ചൂടാക്കാൻ ഓൺ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലവറിന്റെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ക്രീമും കൂടെ നല്ല രീതിയിൽ മിക്സ് ആയി വരണം.
നമ്മൾ ഇപ്പൊ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അത് കാരണം ക്രീമാണ്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, എവിടെയും കട്ടയൊന്നും പിടിക്കാതെ സെറ്റായിട്ട് നല്ല മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ഒരു 40 ഗ്രാം ചോക്ലേറ്റ് ഡാർക്കും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മിൽക്ക് കോമ്പൗണ്ട്, അതായത് നമ്മൾ ഡയറി മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ആ ഒരു മിൽക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ 40 ഗ്രാം വീതം രണ്ടും എടുത്തിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് സ്കിപ്പ് ചെയ്ത് വിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് ഇനി നന്നായിട്ടൊന്ന് കുറുകി ഒരു കുമിളയൊക്കെ വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേനും ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് തണുക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയായി പോവും. ഇപ്പൊ നന്നായിട്ട് കുറുകി ഈ ഒരു പരുവാകുമ്പോൾ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രമേ തണുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവത്തിന് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെയർ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ കേക്കിന്റെ ഇത് കണ്ടോ, തണുത്തപ്പോ തന്നെ നല്ല സെറ്റായി നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കേക്കിന്റെ ആ ഒരു ക്രീമിന്റെ ലെയറിന് മുകളിലായിട്ട് ഒരു ലെയർ ആയിട്ട് ഇതാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റിന്റെ ഈ ഒരു മിക്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പാച്ചുലോ സ്പൂണോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തോട്ടും കറക്റ്റ് ആയിട്ട് തന്നെ അത് ഒന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് സ്പാച്ചുല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇത് നമുക്ക് ഓരോ ലെയറും സെറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ ബൗളിലുള്ള കേക്കിനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തനെ മോളിൽ നിന്ന് ഒഴിക്കരുത്, കുറച്ച് താത്ത് വെച്ച് ഒഴിക്കണം. കാരണം നമ്മുടെ ക്രീം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒട്ടും തന്നെ ഇളകാൻ പാടില്ല. അപ്പൊ അതിന് മുകളിലേക്ക് പതിയെ ഒഴിച്ച് ഇതാണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടി കുറച്ചെല്ലാം കൂടുതൽ വേണം, കാരണം ഇത് കുറച്ച് വലിപ്പമുള്ള ബൗൾ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലും എത്തിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കേക്കിന്റെ ലെയറും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു അരമണിക്കൂർ അവിടെ നിന്ന് സെറ്റായി വരട്ടെ. എന്നിട്ട് നമുക്ക് ആ ഒരു സമയം ആവുമ്പോഴത്തേനും, അരമണിക്കൂർ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്കിനി ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും നേരത്തെ പോലെ തന്നെ എടുക്കണം കേട്ടോ. അതായത് ഇത് നമ്മളൊരു 40-45 ഗ്രാമോളം എടുക്കുന്നുണ്ട്. ഇതൊരു 3 പീസ് എടുക്കുമ്പോഴത്തേനും, ഈ ഒരു 3 സെറ്റ് ആയിട്ടുള്ള എടുക്കുമ്പോഴത്തേനും അത്രയും വെയിറ്റിനുള്ളതാവും കേട്ടോ. ഡയറി മിൽക്ക് ആണ് ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ഡയറി മിൽക്ക് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മിൽക്ക് കോമ്പൗണ്ട് വേറെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടുവെള്ളം ബൗളിൽ ഒഴിച്ച് വെച്ചിട്ട് തന്നെയാണ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ, അതായത് കുറച്ചുകൂടെ സ്പീഡിൽ മെൽറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ, കാരണം ഇതിപ്പോ കുറച്ച് കൂടുതലുണ്ട്. നമ്മൾ ആദ്യം എടുത്ത് 20 ഗ്രാം ആയിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ടൈം എടുക്കും മെൽറ്റായി വരാനും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഉള്ളവർക്ക് മൈക്രോവേവ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പല വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതൊന്ന് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോവേവിലായാലും നമുക്ക് നല്ല രീതിയിൽ മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിൽ വെച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും, കാരണം നമ്മൾ നല്ല വലിയ കട്ടയായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി കിട്ടും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന സ്പൂണിലോ പാത്രത്തിലോ ഒന്നും തന്നെ വെള്ളത്തിന്റെ അംശം വരാൻ പാടില്ല, കാരണം ഈ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് കയറി കട്ടിയാവും കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ടിന്നില് നമ്മുടെ തേർഡ് ലെയറും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 4th ലെയർ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് താഴ്ത്തി പതിയെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ ലെയർ എന്ന് പറയുന്നത് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഇളകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് രണ്ടുകൂടെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ലെയറെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ അതുപോലെ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് കട്ടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര പാടാണ്. അപ്പൊ താണ്ട ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയതിനു ശേഷം ഇതുപോലെ നമ്മുടെ ഈ ഒരു കൊക്കോ പൊടി 5th ലെയർ ആയിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പൊ കൊക്കോ പൊടി ഇടുമ്പോൾ ഒരുപാട് നിങ്ങൾ
ചേർത്ത് കൊടുക്കരുത്. കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് തലമണ്ടയിൽ കയറിയിട്ട് ചുമയ്ക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വീതം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ രണ്ടിലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പൊ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ കൂടെ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന്റെ ആ ഒരു ചോക്ലേറ്റ് ലെയർ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടാവും. അതിന് പകരം നമ്മുടെ സ്പൂൺ നന്നായിട്ട് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സെന്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഡെലിവർ ചെയ്യാനുള്ളതായതുകൊണ്ട്, അതായത് സെയിൽ ചെയ്യാനുള്ള കേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇനി കട്ട് ചെയ്ത് കഴിക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവർ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന കേക്കാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് പറയാൻ കൂടി മറന്നു പോകരുതേ. അപ്പൊ നമ്മുടെ 2 കേക്ക് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് ബൈ.